നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അദാനിയെ കുറ്റം പറഞ്ഞ രാഹുൽജി. കോഴിക്കറി ഉണ്ടാക്കുന്നത് പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കൽ. ചേരുവകൾ ചേർക്കുന്നത് ദില്ലിയിൽ നിന്ന്. മുഖ്യമന്ത്രി ചർച്ചയിൽ ബെന്നി ബെഹനാൻ. മുഖ്യമന്ത്രി പ്രഖ്യാപനമില്ലാതെ 9ാം നാൾ. അദാനിയെ തരം പോലെ വിമർശിച്ച രാഹുൽജി മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നയാൾ അദാനി ഗ്രൂപ്പിനെ കണ്ടില്ലേ എന്തോ. ഏതായാലും ബെന്നി ബെഹനാന്റെ കമന്റാണ് ഇപ്പോൾ വൈറൽ. കോഴിക്കറി ഉണ്ടാക്കുന്നത് പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രിയെ തീരുമാനിക്കലെന്നാണ് ബെന്നി ബെഹനാൻ പറയുന്നത്. കോഴിക്കറി നമുക്ക് തന്നെ പാകം ചെയ്യാം. മറ്റേത് പാകം ചെയ്യുന്നതും ചേരുവകൾ ചേർക്കുന്നതുമല്ല ദില്ലിയിൽ നിന്നാണെന്നും അതിന് വിദഗ്ധർ അവിടെ ഉണ്ടെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ കളിയാക്കലുകളെ വകവയ്ക്കുന്നില്ല. എന്തായാലും ഈ കോഴിക്കറി കഴിച്ചു കഴിയുമ്പോൾ മുഖ്യമന്ത്രി ആവില്ല എന്നും ബെന്നി ബെഹനാൻ കൂട്ടിച്ചേർത്തു. ഇടപ്പള്ളി പള്ളിയിലെ കോഴി നേർച്ചയ്ക്ക് എത്തിയപ്പോഴായിരുന്നു ബെന്നി ബെഹനാൻ പ്രതികരിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകണമെന്നത് നിശ്ചയിക്കാൻ ദില്ലിയിൽ അവസാനവട്ട ചർച്ചകൾ. KPCC മുൻ അധ്യക്ഷന്മാരെയും മുതിർന്ന നേതാക്കളെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും കണ്ട് രാഹുൽ ഗാന്ധി അഭിപ്രായം തേടി. ചേരിതിരിഞ്ഞുള്ള ശക്തി പ്രകടനത്തിന്റെ സാഹചര്യം ആരാഞ്ഞ രാഹുൽ ഗാന്ധി MLA-മാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നോ എന്നും അന്വേഷിച്ചതായാണ് സൂചന. മല്ലികാർജുൻ ഖാർഗെയുമായി രാഹുൽ ചർച്ച നടത്തിയ ശേഷം നാളെ പ്രഖ്യാപനം വന്നേക്കും. ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുമ്പിൽ നിലപാട് പറഞ്ഞ നേതാക്കളെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി മനസ്സറിയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയുടെ വസതിയായ പത്ത് ജൻപഥിൽ രാവിലെ 11:30 മുതൽ കൂടിക്കാഴ്ച തുടങ്ങി. KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ആദ്യ ഊഴം. പിന്നാലെ K സുധാകരൻ, MM ഹസൻ, K മുരളീധരൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരെയും രാഹുൽ കണ്ടു. 1.5 മണിക്കൂർ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കി. പാർട്ടിയെ വെല്ലുവിളിച്ച് നടന്ന ശക്തി പ്രകടനത്തെക്കുറിച്ച് രാഹുൽ ചോദ്യങ്ങൾ ആരാഞ്ഞു. ആരായിരുന്നു പ്രതിഷേധക്കാരുടെ പിന്നിൽ? നടപടികൾ ആസൂത്രിതമായിരുന്നോ? ആർക്കൊക്കെ വേണ്ടിയാണ് മത്സരം നടന്നത്? തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ ചോദിച്ചറിഞ്ഞതായാണ് നേതാക്കൾ നൽകുന്ന സൂചന. MLA-മാരെ സ്വാധീനിക്കാൻ ശ്രമം നടന്നുവെന്ന ആക്ഷേപം ശരിയാണോ എന്നും രാഹുൽ അന്വേഷിച്ചതായാണ് വിവരം. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ എന്താണ് മാർഗമെന്ന് ആരാഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ മത്സര രംഗത്തുള്ള 3 പേരിൽ ആർക്കൊപ്പമാണെന്നും മുമ്പിലെത്തിയ നേതാക്കളോട് ചോദിച്ചതായാണ് വിവരം. MLA-മാരുടെ പിന്തുണ പരിഗണിക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടപ്പോൾ സംസ്ഥാനത്തുയരുന്ന ജനവികാരം പരിഗണിക്കണമെന്നും ചില നേതാക്കൾ ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ബാംഗ്ലൂരിലെ പരിപാടികൾ റദ്ദാക്കിയാണ് മല്ലികാർജുൻ ഖാർഗെ ദില്ലിയിലെത്തിയത്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ രാഹുൽ ഖാർഗെയെ ധരിപ്പിക്കും. ഇരുവരും ചർച്ച നടത്തിയ ശേഷം സോണിയാഗാന്ധിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ചായിരിക്കും പ്രഖ്യാപനം. രാഹുലിന്റെ മുന്നിൽ നടപടികൾ പുരോഗമിക്കുമ്പോൾ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ക്യാമ്പുകൾ കടുത്ത ആകാംക്ഷയിലാണ്. MLA-മാരുടെ എണ്ണമാകുമോ അതോ സംസ്ഥാനത്തെ പൊതു സാഹചര്യമോ? തർക്കം തീർക്കാൻ മൂന്നാമതൊരാളോ? പഴി കേൾക്കാതെ പ്രഖ്യാപനം നടത്താൻ ഹൈക്കമാൻഡ് വിയർക്കുകയാണ്. സംസ്ഥാനത്തെ സർക്കാർ രൂപീകരിക്കാൻ വൈകുന്നത് തെറ്റാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ജനവിധിയോട് നീതി പുലർത്താനുള്ള ബാധ്യത കോൺഗ്രസും UDF-ഉം നിറവേറ്റുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാർ അധികാരത്തിലില്ലെങ്കിലും കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായി വിജയനും MV ഗോവിന്ദനുമാണെന്ന വിലയിരുത്തൽ LDF-നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മൂകാംബിക യാത്രയ്ക്കിടെ NDA നേതാവിനെയും അദാനി ഗ്രൂപ്പ് പ്രതിനിധിയെയും കണ്ടതിനെക്കുറിച്ച് കോൺഗ്രസ് പ്രതികരിക്കണമെന്നും TP രാമകൃഷ്ണൻ. ഇത് സംബന്ധിച്ച് പരാതി ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകിയിട്ടില്ലെന്നും ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്നും TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും LDF കൺവീനർ അറിയിച്ചു. CPM ആണ് അത് തീരുമാനിക്കേണ്ടത്. പിണറായി വിജയൻ ആകേണ്ടതില്ലെന്ന് CPI പറഞ്ഞതായി അറിയില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം CPI LDF യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ആശാസമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ആദ്യം ശ്രമിച്ചെങ്കിലും അതിന് തയ്യാറാകാതെ രാഷ്ട്രീയ നീക്കമാണ് സമരക്കാർ നടത്തിയതെന്നും TP രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. KPCC മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. 1.5 മണിക്കൂർ സമയമാണ് അനുവദിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലെത്തും. അതിനുശേഷം രാഹുലുമായി കൂടിക്കാഴ്ച നടത്തും. തീരുമാനം ഇന്ന് രാത്രിയോ നാളെയോ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ആ ബുദ്ധിജീവികളെ വേണ്ട, കറയറ്റ കോൺഗ്രസുകാർ മതി. സാംസ്കാരിക സ്ഥാപനങ്ങളിൽ അടിമുടി മാറ്റം. ഓരോ നേതാക്കളുമായി വെവ്വേറെയാണ് രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത്. എല്ലാ കാര്യങ്ങളും രാഹുൽ ഗാന്ധി അറിയിച്ചതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ചില സംശയങ്ങൾ രാഹുൽ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. കഴിയുന്നത്ര വേഗം തീരുമാനം ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പറയാനുള്ളതെല്ലാം രാഹുൽ വിശദമായി
കേട്ടതായും തീരുമാനം നാളെ ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. MLA-മാരുടെ പിന്തുണ പരിഗണിക്കണമെന്നാണ് നിലപാടെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഘടകകക്ഷികൾക്ക് ഇതിൽ കാര്യമില്ലെന്നും മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും MM ഹസൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചുള്ള CPM-ന്റെ തീരുമാനം ഉടനില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ പിണറായി വിജയന്റെ തീരുമാനം കാത്ത CPM 3 ദിവസങ്ങളായി നടക്കുന്ന CPM നേതൃയോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിഷയം ചർച്ചയ്ക്കെടുത്തില്ല. നാളെ നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിന്റെ അജണ്ടയിലും പ്രതിപക്ഷ നേതൃസ്ഥാനം ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ സജീവമായിരിക്കെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള CPM തീരുമാനം വൈകുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. പാർട്ടി സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം മാത്രമേ വിഷയത്തിൽ വ്യക്തത ഉണ്ടാകൂ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കേരള ഘടകം തീരുമാനിക്കട്ടെ എന്ന പൊതു നിലപാടിലേക്ക് എത്തിയെങ്കിലും പിണറായി തുടരുന്നതിൽ PB അംഗങ്ങളിൽ ചിലർക്ക് വിയോജിപ്പുണ്ടെന്നാണ് വിവരം. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് ആരെന്ന മറുചോദ്യത്തിൽ ചുറ്റിക്കറങ്ങുകയാണ് കേരള രാഷ്ട്രീയം. 10 വർഷം നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കട്ടെ എന്ന അഭിപ്രായത്തിന് പാർട്ടിയിലോ മുന്നണിയിലോ പ്രത്യക്ഷത്തിൽ എതിരഭിപ്രായങ്ങളില്ല. 35 അംഗങ്ങളിലേക്ക് ചുരുങ്ങിയ പ്രതിപക്ഷ നിരയിൽ പരിചയസമ്പന്നത പ്രധാന ഘടകവുമാണ്. പല ഘടകങ്ങൾ പരിഗണിച്ചാകും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. കനത്ത തോൽവിയുടെ കാരണം എണ്ണിപ്പറഞ്ഞ് കടുത്ത വിമർശനമാണ് CPM നേതൃയോഗങ്ങളിൽ നടക്കുന്നത്. കൂട്ടത്തിൽ പിണറായി ശൈലി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തി വിമർശനവും കുറവല്ല. ബ്രാഞ്ച് തലം മുതൽ തുറന്ന അവലോകനങ്ങളിലേക്ക് പോകുമ്പോൾ വിമർശനങ്ങൾ പരിധി വിടാനുള്ള സാധ്യത പാർട്ടി നേതൃത്വവും പിണറായി മുന്നിൽ കാണുന്നുണ്ട്. പ്രായപരിധിയിൽ ഇളവിനെ ചൊല്ലിയാണ് PBയിൽ മുറുമുറുപ്പ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് അനുവദിച്ച പ്രായപരിധി ഇളവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതുണ്ടോ എന്ന അഭിപ്രായം PB അംഗങ്ങളിൽ ചിലർക്കുണ്ട്. അതിനിടെയാണ് AKG സെന്റർ അനുവദിച്ച ഫ്ളാറ്റ് സ്വീകരിക്കാതെ പിണറായി വിജയൻ തലസ്ഥാനത്തെ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്താലും കന്റോൺമെന്റ് ഹൗസിൽ ഓഫീസ് പ്രവർത്തിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. കാര്യമെന്തായാലും പിണറായി വിജയൻ തയ്യാറല്ലെന്ന് അറിയിച്ചാൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാളെ CPM പരിഗണിക്കുമെന്ന് ഉറപ്പ്.